പശ്ചിമേഷ്യയിൽ ശക്തി പ്രാപിക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾക്കിടെ ഇന്ത്യ തന്റെ സമുദ്ര സുരക്ഷാ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ആഗോള വ്യാപാരത്തിനും ഊർജ്ജ ഗതാഗതത്തിനും അത്യന്തം നിർണായകമായ ഹോർമൂസ് മേഖലയിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ ഒരുങ്ങുന്നു. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ ദക്ഷിണഭാഗത്ത് ഒമാൻ തീരക്കടലിൽ ഇന്ത്യൻ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ തന്ത്രത്തിന്റെ പ്രധാന ഘടകം. പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷവും സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് ഈ നീക്കം. എണ്ണക്കപ്പലുകളും ചരക്ക് കപ്പലുകളും ഉൾപ്പെടെ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷാ യാത്ര ഉറപ്പാക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ഈ നീക്കത്തിന് പിന്നിൽ ഒരു തന്ത്രപ്രധാനമായ പ്രതീക്ഷയും നിലനിൽക്കുന്നു. ഇറാൻ ഈ മേഖലയിൽ നയതന്ത്രം ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് വഴി കൂടുതൽ ഇന്ത്യൻ ഇന്ധന കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ അനുമതി ലഭിക്കുമെന്ന് കണക്കുകൂട്ടലാണ്. ആഗോള രാഷ്ട്രീയവും സമുദ്ര വ്യാപാരവും പരസ്പരം ബന്ധിച്ചിരിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം വെറും പ്രതിരോധ നടപടിയല്ല, അതൊരു തന്ത്രപ്രധാനമായ സന്ദേശം കൂടിയാണ്. പ്രദേശത്തെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വന്തം സാമ്പത്തികവും ഊർജ്ജ സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യ സജ്ജമാണെന്ന് ലോകത്തോട് അറിയിക്കുന്ന ഒരു ശക്തി പ്രഖ്യാപനം കൂടിയാണിത്. ഈ അധിക വിന്യാസത്തോടെ മേഖലയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 6-7 വരെയാകാം. ഈ ആഴ്ച ആദ്യം യുഎയിലെ ഹുജൈറ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ എണ്ണക്കപ്പൽ ഇന്ത്യൻ യുദ്ധക്കപ്പലിന്റെ അകമ്പടിയോടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സുരക്ഷിതമായി എത്തിയിരുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാനെതിരെയുള്ള US-ഇസ്രായേൽ ആക്രമണം ആഗോള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന നിർണായക സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിനെ ഫലത്തിൽ അടച്ചിരിക്കുകയാണ്. ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 22 ഇന്ത്യൻ കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. നിലവിൽ 3 ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. ശിവാലിക്, നന്ദാദേവി എന്ന 2 ഇന്ത്യൻ LPG കപ്പലുകൾ കഴിഞ്ഞ ആഴ്ച ഹോർമൂസ് കടലിടുക്ക് കടന്ന് സുരക്ഷിതമായി ഇന്ത്യയിലെത്തിയിരുന്നു. മേഖലയിലെ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ഓപ്പറേഷൻ സങ്കൽപ്പിന് കീഴിലാണ് തുടരുന്നത്. ഫെബ്രുവരി 28 യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ശേഷം ഹോർമൂസ് മേഖലയിലെ തങ്ങളുടെ യുദ്ധക്കപ്പലുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇന്ത്യൻ നാവികസേന ഇതുവരെ ഔദ്യോഗികമായി പങ്കുവച്ചിട്ടില്ല. കൂടാതെ 2008 ഒക്ടോബർ മുതൽ ഇന്ത്യൻ വ്യാപാര കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനായി ഒരു യുദ്ധക്കപ്പൽ ഏതൻ ഉൾക്കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് അറിയിച്ച ഇറാൻ നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ചാൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎസുമായി ഇസ്രായേലുമായി സഖ്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതും തടഞ്ഞ് വ്യക്തമായ കാരണമുണ്ടെന്നും നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇത്തരമൊരു നീക്കം ആവശ്യമായിരുന്നുവെന്നും അരക്ചി പറഞ്ഞു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാനോട് ചേർന്നുള്ള ജലപാതയാണ്. ഞങ്ങളുടെ ശത്രുക്കൾ ഈ ജലപാത ഉപയോഗിക്കുന്നത് അനുവദിക്കില്ല. സംഘർഷവും സുരക്ഷാ ഭീഷണിയും കാരണം നിരവധി കപ്പലുകൾ ഇതിനകം ഈ പാതയിലൂടെയുള്ള ഗതാഗതത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട്. യുദ്ധാനന്തരം ഇതിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഭാവിയിൽ ഇതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഒരു പുതിയ പ്രോട്ടോകോൾ ഇറാൻ ആവശ്യപ്പെടും, അബ്ബാസ് അരക്ചി പറഞ്ഞു. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. കൂടാതെ പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോളതലത്തിൽ അമേരിക്കയ്ക്കെതിരെ വിമർശനം രൂക്ഷമാക്കിയതിന് പിന്നാലെ ഹോർമൂസ് ജലപാതയ്ക്ക് സമീപം ആക്രമണം ശക്തമാക്കിയ അമേരിക്ക ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തോട് ലോകരാജ്യങ്ങൾ വിമുക്തത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ട്രംപ് ഹോർമൂസിൽ ആക്രമണം കടുപ്പിച്ചത്. അമേരിക്കൻ സഖ്യകക്ഷികളായ ജർമ്മനിയും സ്പെയിനും ഇറ്റലിയും ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ നിർദ്ദേശം നിരസിച്ചിരുന്നു. ഹോർമൂസിൽ നാവികസേനയ്ക്ക് സഖ്യകക്ഷികൾ സഹായിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി മോശമായിരിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളിക്കൊണ്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം. തങ്ങളോട് ആലോചിച്ചിട്ടല്ല അമേരിക്കൻ പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതെന്ന് ജർമ്മനി പരസ്യമായി നിലപാടെടുത്തു. ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അമേരിക്കൻ ഹോർമൂസിന് സമീപത്തെ ഇറാൻ സൈനിക കേന്ദ്രങ്ങളിൽ വർഷിച്ചിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 1/5 ഭാഗവും ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് വിതരണം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.